എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരാൾക്കും ഭിത്തിയിൽ ചെയ്തെടുക്കാവുന്ന വളരെ എളുപ്പമുള്ള ഒരു വാൾ പെയിൻറ്റുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ഒരു പേപ്പറിൽ വരച്ചെടുത്ത് അതിൽ ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് രണ്ട് വശത്തും പശയുണ്ട് അതൊട്ടിച്ച് അത് നമുക്ക് ഭിത്തിയിൽ ഒട്ടിച്ച് ആ മോഡൽ നോക്കി നമുക്ക് വോളിലേക്ക് വരച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് പെൻസിൽ ആവശ്യമായതുകൊണ്ട് ഇറേസർ വേണം, അതുപോലെ ഷാർപ്പനർ. കാരണം പെൻസിൽ കുറച്ച് നമ്മൾ വരയ്ക്കുമ്പോഴേക്കും തീർന്നു പോകും. എപ്പോഴും അത് ഷാർപ്പൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമുക്ക് ആ മോഡൽ നോക്കി അത് ഭിത്തിയിലോട്ട് വരച്ചെടുക്കാം. വരയ്ക്കുമ്പം നമ്മൾ നോക്കിയ മോഡൽ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. എപ്പോഴും നമ്മുടെ ഒരു ഫ്രീഡം എടുക്കണം. നമ്മൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ വരില്ല. അത്യാവശ്യം നമ്മുടേതായ ഭാവനകളെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ എടുക്കുക. ഇപ്പോൾ ഈ വോൾ പെയിൻറ്റ് ഞാൻ എടുത്തത് നെറ്റിൽ നിന്ന് തന്നെയാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു മോഡലാണ്. അത് നോക്കി ഞാൻ പേപ്പർ വരച്ചെടുത്തപ്പോൾ ചെറിയ മാറ്റത്തോടെയാണ് വരച്ചത്. അത് ഞാൻ ഭിത്തിയിലോട്ട് മാറ്റിയപ്പം പിന്നെയും മാറ്റങ്ങൾ വന്നു. ഇതിനകത്ത് കണ്ടോ 5 പൂക്കളേ ഉള്ളൂ. പക്ഷേ ഞാനത് വോളിലേക്ക് വരച്ചപ്പോൾ എനിക്ക് 2 പൂക്കളും കൂടി അതിൻ്റെ സൈഡിൽ ചേർക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ പൂക്കൾ ഒരു പൂവും കൂടെ അധികമായി ചേർത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മോഡൽ അതേപോലെ കോപ്പി ചെയ്യാൻ ശ്രമിക്കാതെ കുറച്ച് ഫ്രീഡം എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും. ഇത് ഞാൻ 2 കളറായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നടുഭാഗത്ത് മഞ്ഞയും പിന്നെ അതിൻ്റെ ചുറ്റിലേക്ക് റെഡും ആയിട്ടൊക്കെയാണ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളർ ചൂസ് ചെയ്യാം. ഇനി ഇത് 2 കളറൊന്നും കൊടുക്കാണ്ട് ഇലയ്ക്ക് പച്ച അങ്ങനെയൊന്നും കൊടുക്കാതെ മുഴുവനായിട്ട് ബ്ലാക്ക് കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും. വെള്ള ചുമരിൽ ബ്ലാക്ക് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. കളറിനെക്കാട്ടും എനിക്കിഷ്ടം എപ്പോഴും ബ്ലാക്ക് കൊടുക്കുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ തവണ മയിലിനെ കൊടുത്തപ്പം കറുത്ത മയിലായി പോയി എന്ന് കുറച്ച് പേരൊക്കെ പരാതി പറഞ്ഞത് കൊണ്ട് ഇത്തവണ ഞാൻ കളർ ചെയ്തതേ ഉള്ളൂ. പക്ഷേ എനിക്ക് എപ്പോഴും ഇഷ്ടം ബ്ലാക്കിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ആദ്യത്തേലും മഞ്ഞ കൊടുത്തു, പിന്നെ ചുമപ്പ് എടുത്തു. ചുമപ്പ് പിന്നെ ഓൾറെഡി ബ്രഷിലായതുകൊണ്ട് എല്ലാ ഫ്ലവറിലും ചുവപ്പെല്ലാം കൊടുത്ത ശേഷമാണ് മഞ്ഞ കൊടുക്കുന്നത്. അപ്പോൾ ഈ പെയിൻറ്റ് പാട്ട കളർ പോലെ മിക്സ് ആവത്തില്ല കേട്ടോ. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഇത് അവിടെ ഇരിക്കും. പിന്നെ വേറെ നമ്മൾ അടുത്ത പെയിൻറ്റ് അതിന് മുകളിൽ അടിക്കുമ്പോൾ അത് ഇളകി അടുത്ത കളറിലൂടെ കൂടി കളയാനുള്ള സാധ്യത ഫാബ്രിക് പെയിൻറ്റിലില്ല ഉണങ്ങിയ ശേഷം ചെയ്യുകയാണെങ്കിൽ. ഇനി ഇലകൾക്ക് ഞാൻ പച്ച കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തപ്പം കുറച്ച് തിക്ക്, അതാണ് ഭയങ്കര തിക്കാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് ലൂസാക്കാൻ വേണ്ടി പഴയ ചിരട്ട എടുത്തു. കഴിഞ്ഞവണ്ണ അടിച്ചതിൻ്റെ ബ്ലാക്കാണ്. ഇത് കുറച്ച് പഴകിയ പെയിൻറ്റാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം പോയി നല്ല കട്ടയായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് എടുത്തൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ആ മഞ്ഞയും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ പച്ചയ്ക്ക് കുറച്ചും കൂടെ കളർ കിട്ടുമല്ലോ. മഞ്ഞ ഞാൻ ഈ അടുത്ത് വാങ്ങിയ പെയിൻറ്റാണ്. അപ്പോൾ കുറച്ചും കൂടെ ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെള്ളം ചേർക്കേണ്ടി വന്നില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ലൂസായി കിട്ടി. അധികം ഒന്ന് മിക്സ് ചെയ്യാൻ നിന്നില്ല, അത് നേരിട്ടങ്ങ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഓരോ തവണ നമ്മൾ അടിച്ച ശേഷവും ബ്രഷ് നന്നായി കഴുകണം. പിന്നെ ബ്രഷ് ഇടയ്ക്ക് നമ്മൾ മാറ്റുമല്ലോ, ചിലപ്പം പരന്ന ഇത് എടുക്കും അല്ലെങ്കിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുക്കും. അപ്പോഴെല്ലാം ബ്രഷ് കഴുകി വെക്കണേ. കാരണം ഫാബ്രിക് പെയിൻറ്റ് ഉണങ്ങി കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബ്രഷിൽ പ്രത്യേകിച്ച് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രഷ് ഇങ്ങനെ ഒരു മരം പോലെ ഇരിക്കും, അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് പോകും. അതുകൊണ്ട് ഉപയോഗിക്കുമ്പോഴെല്ലാം അത് കഴുകി വെക്കുക. ഇനി നമുക്ക് ഇലയ്ക്ക് പെയിൻറ്റ് അടിച്ചു. ഇനി എൻ്റെ തണ്ടിന് വേണ്ടി ഞാൻ കുറച്ചും കൂടി കടും പച്ച കളർ എടുത്തിട്ടുണ്ട്. ബ്രഷും മാറ്റി കുറച്ചും കൂടി പോയിൻറ്റഡായ ബ്രഷാണ് എടുത്തത്. അപ്പോൾ തണ്ടാണല്ലോ അത് വരയ്ക്കുന്നത്. ഏകദേശം നമ്മുടെ പെയിൻറ്റിങ് പൂർത്തിയായി. പിന്നെ കുറച്ച് ഫിനിഷിങ് വർക്ക് കൂടി വേണം. അതായത് അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കണം. നമ്മൾ ഔട്ട്ലൈൻ കറുപ്പ് കൊണ്ട് കൊടുക്കുന്നില്ല, ചുവപ്പ് കൊണ്ട് തന്നെ പൂവിൻ്റെ ഇതളുകൾക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടി അധികം പോയിൻറ്റഡായ ഒരു ബ്രഷ് എടുത്ത് ചുവപ്പ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ പൂവിൻ്റെ ഇതളുകൾക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഈ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ ചെയ്യണം. അതിനുള്ളിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റഫായി ചെയ്താലും ഔട്ട്ലൈൻ കുറച്ച് ശ്രദ്ധയോടെ ചെയ്യണം. ഔട്ട്ലൈൻ വർക്കിന് ശേഷം ഞാൻ ആ പൂവിൻ്റെ നടുക്ക് പൂമ്പൊടി പോലെ കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ബഡ്സ് എടുത്തു. ബഡ്സിൻ്റെ ഒരു ഭാഗത്ത് റെഡും ഒരു ഭാഗത്ത് യെല്ലോയും കുത്തി, രണ്ടും മാറി മാറി കുത്തി ഒരു പൂമ്പൊടി രൂപത്തിലേക്ക് മാറ്റി ചെയ്ത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാൾ പെയിൻറ്റിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ വാൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചിത്രകല പഠിക്കുകയോ അല്ലെങ്കിൽ
ഭയങ്കരമായ കഴിവൊന്നും ആവശ്യമില്ല. ആർക്കും എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ പൂവൊക്കെ ഒരു പേപ്പറിൽ വരച്ചെടുത്ത് അത് ഭിത്തിയിൽ വെച്ച് വരച്ചാലും അതും അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭിത്തികളിലൊക്കെ ഇങ്ങനെയൊന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നതുകൂടി എനേബിൾ ചെയ്യുക. താങ്ക്